Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അതായത് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ, മഴയൊക്കെ ആയതുകൊണ്ടാണോ? ആണോ? എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയാണോ സ്ട്രെങ്ത് കുറവ്? ഓക്കെ, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വരുള്ളൂ തോന്നുന്നു അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പുതിയതായിട്ട് കുറെ വ്യക്തികളൊക്കെ പരിചയപ്പെട്ടു. ദെൻ അവരുടെ ഡ്യൂട്ടീസ് അല്ലേ? അപ്പോ ലാസ്റ്റ് വൺ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജറിന്റെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞായിരുന്നോ? 2 പോയിന്റ്സ് വരെയാണോ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ക്ലാസ് കംപ്ലീറ്റ് ചെയ്തോ? 2 പോയിന്റ്സ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തു. ഓ യെസ്, കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജസ്റ്റ് ഞാൻ ആ പേരുകൾ മാത്രം ഒന്ന് വായിക്കുന്നതാണ് കേട്ടോ. നോക്കാം. ക്ലാസ് നിർത്തിയെടുത്തുന്നു ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞു. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പീപ്പിളിനെയും ഡിസീസസിൽ നിന്നും ഡിസബിലിറ്റിയിൽ നിന്നും റിക്കവർ ആയിട്ടുള്ള പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. ദെൻ അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത് ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്നും ചെക്ക് നോയ്സ് ലെവൽ ചെക്ക് ചെയ്യുക, അവൈലബിലിറ്റി ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കുക, ദെൻ നഴ്സിംഗ് കോഴ്സിന് പെട്ടെന്നുള്ള റെസ്പോൺസ് കൊടുക്കുക, ദെൻ സ്റ്റാഫിന്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡ്സ് മോണിറ്റർ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആണ് അല്ലേ? അതിൽ നമ്മൾ പറഞ്ഞു പുതിയ അഡ്മിഷൻ ഒക്കെ വരുന്നത് പുറത്തു വരുത്തണം, അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് എഴുതുക, പെറ്റ് മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് റിസോൾവ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പേഷ്യന്റിന്റെ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുക, ദെൻ എൻക്വയറീസിനൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, ദെൻ മെഡിക്കൽ റെക്കോർഡ് ഫയലൊക്കെ കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് യൂണിറ്റ് വാർഡിലെ എല്ലാ പെർഫോമൻസിനെയും കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ഫിഫ്ത് വൺ പറഞ്ഞത് ഇപ്പോ മെഡിക്കൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ഓഡിറ്റ്, മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് HOD-യെയോ അല്ലെങ്കിൽ ചെയർമാനെയോ വിവരം അറിയിക്കുക. ലാസ്റ്റ് വൺ പറഞ്ഞത് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, അത്രയുമാണ് നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ, കാരണം ലാസ്റ്റ് നമ്മൾ നിർത്തി കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ ആണല്ലോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാതെ ആരും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പേഴ്സൺ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഒരു പേഴ്സൺ ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. നമ്മള് വാർഡ് സെക്രട്ടറി കണ്ടു പഠിച്ചു. ദെൻ വാർഡ് ക്ലർക്ക്, പേഷ്യന്റ് എക്സിക്യൂട്ടീവ് കെയർ നോക്കി. അതുപോലെ ഒരു ഹോസ്പിറ്റലിലെ വാർഡിനുള്ളിലുള്ള നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ പേരിൽ തന്നെയുണ്ട് പേഷ്യന്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് അല്ലേ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. സോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? ഡ്യൂട്ടി നമുക്ക് വായിക്കാതെ തന്നെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ടെക്സ്റ്റിൽ വായിക്കണ്ട, അല്ലാതെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? അത് റിലേഷൻ എന്നുള്ള വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പേഷ്യന്റിന്റെ റിലേഷൻ എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്ക് പഠിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കാം കേട്ടോ. നോക്കാം, പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മളുടെ ഒപ്പം തന്നെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ വരും അല്ലെ? നമ്മുടെ എങ്ങനെയൊക്കെ ഓക്കെ ആണോ, ട്രീറ്റ്മെന്റ്സിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ നമുക്കൊരു ഹെൽപ്പ് ആയിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Patient relation officers are responsible for managing the relationship between
ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ വായിച്ച ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Patient relation officers are responsible for managing relationship between healthcare providers and patients. Patientsഉം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം? എക്സാമ്പിൾ ആരൊക്കെയാണ്? ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്? ആരൊക്കെയാണ്? നേഴ്സ്. ഓക്കെ, നേഴ്സ് മാത്രമാണോ? ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റു ടെക്നീഷ്യന്മാർ വരാം അല്ലെ, മറ്റുള്ള ഹോസ്പിറ്റലിൽ മറ്റും വർക്ക് ചെയ്യുന്ന മറ്റു സ്റ്റാഫുകൾ അല്ലെ. സോ പേഷ്യൻസിന് ആരൊക്കെയാണോ കെയർ കൊടുക്കുന്നത് അവര് എല്ലാ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും കൂടിയാണ് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പേഷ്യന്റും ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതായത് ഡോക്ടേഴ്സ്, നഴ്സസ്, ടെക്നീഷ്യന്മാര്, ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളും തമ്മിൽ നല്ലൊരു റിലേഷൻ ആണോ, അവരുടെ റിലേഷനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും ഫസ്റ്റ് സെന്റൻസ് ആരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്നുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ്. അപ്പൊ പേഷ്യന്റ് റിലേഷൻ റെസ്പോൺസിബിൾ ചെയ്യുന്നു. They work with the doctors, nurses, hospitals, pharmaceutical companies, etc. So, ഈ patient relation officer ഡോക്ടേഴ്സുമായിട്ടും നേഴ്സുമായിട്ടും ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ടും നല്ലൊരു റിലേഷൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സിനോട് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് ഡീൽ ചെയ്യുന്നു, നഴ്സസിനോടും മറ്റു ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് അവർക്ക് നല്ല തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. To make sure that all parties involved in a patient's care pleased with their experience. And the pleased means ഉദ്ദേശിക്കുന്നത് ഒരു പ്ലസന്റഡ് ആയിട്ടുള്ള അല്ലെ, നല്ലൊരു എന്താ പറയാ, വളരെ സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ്ഡ് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണോ പേഷ്യൻസിന് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അതായത് to make sure that all parties involved in a patient's care pleased with their experience. പേഷ്യൻസുമായിട്ട് പാർട്ടീസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് കക്ഷികൾ എന്നാണ് അർത്ഥം. അതായത് പേഷ്യൻസുമായിട്ട് ഇടപെടുന്ന കക്ഷികൾ, അതായത് ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, മറ്റ് സ്റ്റാഫുകൾ അല്ലെ. അപ്പോ ഇവരിൽ നിന്നെല്ലാം പേഷ്യൻസിന് നല്ല അനുഭവമാണോ എക്സ്പീരിയൻസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും ഇല്ലേ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത ടൈമിലും പേഷ്യൻസിനോട് വന്ന് അവരോട് കാര്യങ്ങളൊക്കെ തിരക്കും. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്സ്, നിങ്ങളുടെ സമൂഹത്തിലാണോ, ഓക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ബില്ലിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിൽ നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അല്ലെങ്കിൽ ആരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ക്ലിയർ ആണോ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി വായിക്കാം കേട്ടോ. നോക്കാം. Patient relation officers are responsible for managing the relationship between healthcare providers and patients. Patient relation officer എന്ന് പറയുന്നത് പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ മാനേജ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Then they work with the doctors, nurses, hospitals, pharmaceutical companies. അവർ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. To make sure that all parties involved in a patient's care pleased with their experience. ഇപ്പൊ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന എല്ലാ പാർട്ടീസും മീൻസ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും നല്ലൊരു പ്ലസ്ഡ് ആയിട്ടുള്ള നല്ലൊരു അനുഭവമാണോ അവർക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആണോ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ? ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം മനസ്സിരുത്തി വായിക്കണം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്യാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടു. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, വാർഡ് സെക്രട്ടറി, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് റിലേഷൻ പേഷ്യന്റ് എക്സിക്യൂട്ടീവ്. ഓരോ വ്യക്തികളും അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. വാർഡിനുള്ളിലുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. സോ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ നമ്മൾ ആരാണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നോക്കാം. A patient relations manager typically has an expensive range of responsibilities. Expensive range. എന്താ എക്സ്പെൻസീവ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻസീവ് റേഞ്ച് എന്തായിരിക്കും? ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങള് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. ഇല്ല, നിങ്ങൾ താഴെ പോയിന്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. 1-2 ഡ്യൂട്ടീസ് മാത്രമല്ല, ഒത്തിരി ഡ്യൂട്ടീസ് അവർക്ക് ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. ഇല്ലേ, കുറെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് കണ്ട് പേടിക്കണ്ട കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ മതിയേ. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് 3 പോയിന്റ്സ് ഒരുമിച്ച് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ അത് ഇന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കും, മറന്നു പോകില്ല നിങ്ങൾ. ഓക്കെ, സോ പേഷ്യന്റ് റിലേഷൻ മാനേജർ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ തന്നെയാണ് മാനേജർ എന്ന് പറയുന്നത്. Patient relations manager typically has an expensive range of responsibilities which include എന്തൊക്കെയാണ് ഇനി റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പറഞ്ഞു പോകാം. First one, ensuring that patients are comfortable during their visit by greeting them calmly. Okay, അതായത് ensuring the patients are comfortable during the visit by greeting them warmly. അതായത് നമ്മൾ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യും. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യും? പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡ്മിറ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് അവർ വന്ന് വിസിറ്റ് ചെയ്യും. ദെൻ എങ്ങനെയാണ് നമ്മുടെ അസുഖത്തെ പറ്റിയൊക്കെ ചോദിക്കും. ഓക്കെ ആണോ, നിങ്ങൾ കംഫോർട്ട് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങളിൽ സർവീസസിൽ നിങ്ങൾ കംഫോർട്ട് ആണോ, അങ്ങനെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്ന് അവർ ചോദിക്കും. സോ ആ comfortable means visiting the time by greeting them warmly. നല്ലൊരു warmly ആയിട്ട് ഗ്രീറ്റിംഗ് ഒക്കെ കൊടുത്ത് അല്ലെ നമ്മൾ അവരെന്ത് ചെയ്യും? കംഫോർട്ടബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നു. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നില്ല, നിങ്ങൾ ഓക്കെ ആണോ, ട്രീറ്റ്മെന്റ് നഴ്സുമാർ എങ്ങനെയാണ് ബിഹേവിയർ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾ കംഫോർട്ട് ആണോ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുന്നു. ensuring that patients are comfortable during their visit. അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫാമിലി ഒരു ഗ്രീറ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് അവർ കംഫോർട്ട് ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? അവരോട് ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണോ, നമ്മുടെ സേവനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടോ, അല്ലെങ്കിൽ മെഡിസിന്റെ ആയാലും ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അവര് കംഫോർട്ട് ആണോ എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? Okay. Then second one നോക്കാം. Making sure that patients are aware of any change in their treatment plans or medical conditions and informing them of any imminent appointments. നോക്കാം. Making sure that patients are aware of any changes in their medical treatment plans or medical conditions. അതായത് പേഷ്യൻസ് അവയർനെസ്, പേഷ്യൻസിന് അറിവുണ്ടോ എന്ന് ഉറപ്പുവരുത്താണ്. അതായത് ഇപ്പോൾ ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോ മേ ബി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു 5 ഡേയ്സിലേക്ക് ഇഞ്ചക്ഷൻ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു ഇപ്പൊ എന്താ പറയാ എക്സ്ട്രാ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 നേരം ഇഞ്ചക്ഷൻ എടുക്കില്ല, അത് 3 ടൈം ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസുകൾ, അതുപോലെ തന്നെ മെഡിസിൻ ടാബ്ലറ്റ് ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് പേഷ്യൻസ് അറിഞ്ഞു, അല്ലെങ്കിൽ അവർക്കറിയാം, അവർക്ക് അതിനുള്ള അറിവുണ്ടായിരിക്കണം. അവർക്കൊരു അവയർനെസ് നമ്മൾ കൊടുക്കണം. കാരണം ഇപ്പോ നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും മെഡിക്കൽപരമായിട്ട് അറിവൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പേഷ്യൻസിനായാലും പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനാണെങ്കിലും ഇഞ്ചക്ഷന്റെ ആയാലും ട്രീറ്റ്മെന്റ്സിന്റെ ആണെങ്കിലും നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് പറയുകയാണ്. ഓക്കെ, അവർക്ക് അതിനൊരു അവെയർ കൊടുക്കുക.
ഇങ്ങനെയാണ് ഫസ്റ്റിൽ നമ്മൾ ടൈംസ് ആണ് ഇഞ്ചക്ഷൻ എഴുതിയിരുന്നത്. ദെൻ ഇപ്പോൾ 3 ടൈംസിലോട്ട് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ രോഗത്തിന്റെ അനുസരിച്ചിട്ടായിരിക്കും ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ മറ്റ് പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷനിലോ, ഇപ്പോ മെഡിക്കൽ കണ്ടീഷനിൽ അറിയാലോ, ഇപ്പൊ രോഗം ചിലപ്പോ പെട്ടെന്ന് വഷളാവുകയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ അവര് ഒരു വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോ പെട്ടെന്ന് സിറ്റുവേഷൻ നോക്കിയിട്ട് ഒന്ന് ചിലപ്പോ ICUലോട്ട് മറ്റും ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഇതുപോലെ ചികിത്സയുടെ ഭാഗത്ത് ഇഞ്ചക്ഷന്റെ അങ്ങനെ ടൈമിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റിന്റെയോ അങ്ങനെ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് പേഷ്യൻസിനോട് അവെയർ കൊടുക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, then informing them of any imminent appointments. അതോടൊപ്പം തന്നെ ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫോം കൊടുക്കാണ്. എന്താ ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ് കേട്ടിട്ടുണ്ടോ? ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് ഇമിനന്റ് എന്ന് വെച്ചാൽ എന്താ? ആസന്നമായ, പെട്ടെന്നുള്ള എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ ഇമിനന്റ് അപ്പോയിന്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹാപ്പൻസ്. ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സർജറിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ, സർജറിക്ക് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യാനൊക്കെ മുൻകൂട്ടി നമ്മൾ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആണോ? ചോദിക്കാറില്ലേ നമ്മള്? പെട്ടെന്ന് ചെന്നിട്ട് നമുക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അത്യാവശ്യം സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തരും. അപ്പോയിന്റ്മെന്റുകൾ തരാറുണ്ടോ? അപ്പോയിന്റ്മെന്റ്സുകൾ മുൻകൂട്ടി തരില്ലേ നമുക്ക്? ഇന്ന ദിവസം വരിക അല്ലെ, അല്ലെങ്കിൽ ഫോളോ അപ്പ് ആണെങ്കിലും ഇനി നെക്സ്റ്റ് അടുത്ത മാസം ഇത്ര ഡേറ്റില് ഓൾറെഡി മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ്സുകൾ തരുന്നു. അതുപോലെ തന്നെ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഓൾറെഡി അവർ ഫിക്സ് ചെയ്തിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ആളെ നമ്മൾ റെഡി ആക്കാനായിട്ട് ഇത്ര ദിവസമൊക്കെ ഉണ്ടാകും. സോ നമ്മൾ ഓൾറെഡി അങ്ങനെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ തരും. അതിനാണ് ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇമിനന്റ് അപ്പോയിന്റ്മെന്റ് ഒരു പ്രാവശ്യം കൂടി രണ്ടാമത്തെ പോയിന്റ് വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. Making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. Patients in ട്രീറ്റ്മെന്റ്സിലോ ട്രീറ്റ്മെന്റ് പ്ലാനിലോ മെഡിക്കൽ കണ്ടീഷനിലോ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് അവരെ അവയർനെസ് കൊടുക്കാണ്, അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇമ്മിനന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. ഇപ്പൊ സർജറിക്ക് ഡേറ്റ് ഒക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസമാണ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പേഷ്യന്റിനെ ഇൻഫോം ചെയ്യുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Arranging for transportation to from appointments as needed. Arranging for transportation to from appointments as needed. ഇപ്പോ വരുന്ന അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ്സുകളിൽ നിന്നും എന്താണ് മീൻസ് ഒരു ട്രാൻസ്പോർട്ട് ആവശ്യമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ ചിലപ്പോ അവര് ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ആവുന്ന ടൈമിലൊക്കെ ട്രാൻസ്പോർട്ട് അവർ തന്നെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാറില്ലേ? ക്യാഷ് നമ്മൾ കൊടുക്കണം എങ്കിലും ചിലപ്പോൾ അതിനുള്ള വാഹനങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ഒക്കെ ചെയ്തു തരും ആവശ്യമെങ്കിൽ. ആസ് നീഡ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു അപ്പോയിന്റ്മെന്റ്സുകളിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനോ മറ്റും നമുക്ക് ആവശ്യമെങ്കിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും അവര് ഒരുക്കി കൊടുക്കുന്നു. Providing emotional backup to patients, including answering patients' questions and offering reassurance. Providing emotional backup. എന്താ ബാക്കപ്പ് ഉദ്ദേശിക്കുന്നത്? ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കാന്ന് പേഷ്യൻസിന്. It means ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാന്ന്. അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെയുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർ ഇമോഷണലി ചിലപ്പോൾ വളരെ എന്താ പറയാ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ? സോ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ ആകും, നമുക്ക് ട്രീറ്റ്മെന്റ്സിലൂടെ റെഡി ആക്കാം അല്ലെ? അങ്ങനെയുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ്. പേഷ്യൻസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ സംശയങ്ങളാകാം, അവരുടെ കൺസേൺസ് ആകാം അല്ലെ? അവർക്ക് എന്തെങ്കിലും സംശയങ്ങളാകാം, രോഗത്തെ കുറിച്ചുള്ളതാകാം, ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുള്ളതാകാം.
ട്രീറ്റ്മെന്റ്സിന്റെ എക്സ്പെൻസിനെ കുറിച്ചിട്ടുള്ളതാകാം അല്ലെ. എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുണ്ടാകും. സോ അതിനുള്ള മറുപടി ആൻസർ കൊടുക്കുക. ദെൻ ഓഫറിംഗ് റീഅഷുറൻസ്. എന്താ റീഅഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഅഷുറൻസ് എന്ന് വെച്ചാൽ ഉറപ്പ് കൊടുക്കുക, എൻഷുർ ചെയ്യാന്ന് പറയില്ല നമ്മള്. അതായത് ഉറപ്പ് കൊടുക്കുക. ഓഫറിംഗ് റീഅഷുറൻസ് അതായത് അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇവരോട് പറയുകയെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ട്രീറ്റ്മെന്റിലാവാം, ചിലപ്പോൾ അവർക്ക് എക്സ്പെൻസ് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. സോ അപ്പൊ അതിനുള്ളൊരു മറുപടി ഉറപ്പ് കൊടുക്കുന്നതാണ്. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ റെഡി ആക്കാം. അപ്പൊ എന്താണ് പ്രശ്നം പറഞ്ഞത്, ആ പ്രശ്നത്തിനായിട്ടുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ്, സപ്പോർട്ട് കൊടുക്കുക, പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക, അവർക്കൊരു ഉറപ്പ് നൽകുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. 4 പോയിന്റ് കേട്ടോ, ആദ്യത്തെ 4 പോയിന്റ് ആണ്. ഫസ്റ്റ് 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ 4 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ 4 പോയിന്റ് വായിക്കാം, അർത്ഥം മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തില്ല അവരും? ഫസ്റ്റത്തെ 4 പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ ആദ്യത്തെ 4 പോയിന്റ്? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒരുമിച്ച് എല്ലാ പോയിന്റ്സും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രിക്റ്റ് ചെയ്ത് പറയുന്നത്. ദെൻ ഫോളോ ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും എല്ലാവർക്കും? ഓക്കെ, സ്പീഡ് കൂടെയാണെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറയാം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പോർഷനുകളല്ല, കുറച്ച് പോയിന്റ്സ് അധികം ഉള്ള ഒരു ചാപ്റ്റർ ആണെന്ന് മാത്രം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല എളുപ്പമാണ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും പോയിന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കാന്നുള്ളൊരു ചിന്ത വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു കഥ പോലെ പഠിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ മനസ്സിലാക്കി പഠിക്കാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലോ അല്ലെ. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു, പുതിയ വ്യക്തികളെ പരിചയപ്പെടുന്നത് മാത്രം. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം. എപ്പോഴും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. മനസ്സിലാക്കി പഠിച്ചാൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. Coordinating with physicians and other healthcare professionals to make sure that all needs are met during patient visits. Coordinating with the physicians and other healthcare professionals to make sure that all needs are met during patient visit. അതായത് ഫിസിഷ്യന്മാരായിട്ടും അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാണ്. To make sure that all needs are met during patient visit. പേഷ്യന്റിനെ ആ വിസിറ്റ് ചെയ്യുന്ന ടൈമില് അവർക്ക് എല്ലാം മീൻസ് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
ഫിസിഷ്യന്മാരായിട്ടും ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്യാം. ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. ദെൻ എല്ലാ ആവശ്യങ്ങളും അവരുടെ വിസിറ്റിന് പോണ സമയത്ത് ഇനി അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അത് നിറവേറ്റുക, ഉറപ്പുവരുത്തുക. Then maintaining exact records of patients meeting with physicians, nurses and other staff members. ഫിസിഷ്യനും നഴ്സും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സും ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ഇവരായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകളിൽ, അതായത് മീറ്റിംഗ്സ് ഉദ്ദേശിക്കുന്നത് ഫിസിഷ്യൻ പേഷ്യൻസിനെ കാണാൻ വരുന്നു, നഴ്സസ് നമ്മള് മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ഇങ്ങനെയുള്ള ടൈമുകളിലെല്ലാം ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഫിസിഷ്യനൊക്കെ വരുമ്പോൾ നോക്കുന്നതും റൗണ്ട്സിനൊക്കെ വരുമല്ലോ ഡോക്ടേഴ്സ്. സോ ആ റൗണ്ട്സിന് വരുമ്പോൾ നോക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും, അതുപോലെ നഴ്സസും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഇതെല്ലാം പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ സൂക്ഷിക്കണം മീൻസ് ഉൾപ്പെടുത്തണം. ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇല്ലേ? ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും മെഡിക്കൽ റെക്കോർഡിൽ പറയാം? എന്തൊക്കെയായിരിക്കും പറയുക മെഡിക്കൽ റെക്കോർഡില്? ഒന്നും പറയാറില്ല. പേഷ്യൻസിന്റെ വിവരങ്ങള് അല്ലെ? ഇപ്പൊ രോഗത്തിന്റെ വിവരങ്ങള്, ഓക്കെ, കൊടുക്കുന്ന മെഡിസിൻസുകള്, ട്രീറ്റ്മെന്റ്സുകള്, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ പറയുന്ന കാര്യങ്ങള്, ഇതെല്ലാം മെഡിക്കൽ റെക്കോർഡ്സിൽ എക്സാക്ട് റെക്കോർഡ്സിൽ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മെയിൻറ്റെയിനിങ് എക്സാക്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് റെക്കോർഡ്സിൽ വരുന്നത്? Meeting with the physician, nurses and other staff members. ഫിസിഷ്യനും നഴ്സും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായുള്ള കൂടിക്കാഴ്ചകൾ, പേഷ്യൻസിനെ അവർ കാണുന്നതും വരുന്നതും എന്നിങ്ങനെയുള്ള വിവരങ്ങള് മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതിയിട്ട് ആ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Maintaining exact records, setting patients' complaints, concerns and questions about treatment plans, diagnosis. Setting patient complaints. സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? റെഡി ആക്കി കൊടുക്കാന്ന് കേട്ടിട്ട് നമ്മൾ പറയില്ലേ, സെറ്റ് ആക്കാന്ന് നമ്മള് പറയാറില്ലേ? നമ്മള് കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ പറയാറില്ലേ? സെറ്റാണ് അല്ലെങ്കിൽ സെറ്റ് ആക്കാന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നിങ്ങൾ പറയാറില്ല? നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങളുടെ നാട്ടിലൊന്നും പറയാറില്ല? ഓക്കെ, നമ്മളെല്ലാവരും പല നാട്ടിൽ നിന്നാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓരോ നാട്ടിലും ഓരോരോ സ്റ്റൈലും സ്ലാങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും പല സ്ലാങ്ങിൽ സംസാരിക്കുന്നവരാണ്. പല ഭാഷയല്ല കേട്ടോ, പല രീതിയിലും നമ്മളിപ്പോ ഒരു കാര്യത്തിൽ തന്നെ പല രീതിയിലും പല സ്ഥലങ്ങളിൽ അങ്ങനെയല്ലേ പറയാറ്. സോ നോർമലി നമ്മളുടെ ഇവിടെയൊക്കെ പറയാറുണ്ട് നമ്മൾ സെറ്റ് ആക്കാന്നൊക്കെ പറയും. മീൻസ് ശരിയാക്കി കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കൺസേൺസ് എന്ന് വെച്ചാൽ എന്താ? കൺസേൺസ് ആശങ്ക, അവരുടെ പേടി. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ അസുഖത്തെ കുറിച്ച് പല പേടിയിൽ ആശങ്കയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത്. കൺസേൺസ് ആശങ്ക എന്നാണ് എഴുതി വെച്ചോളൂ. അറിയാത്തവര് മലയാളത്തിൽ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഏത് ക്ലാസ് ബുക്കിലെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടോമാണ് അല്ലെ? നമ്മൾ ഒന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് മലയാളത്തിൽ പെൻസിൽ കൊണ്ടുവന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെക്കാം. ഓക്കെ, സോ സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അതുപോലെ ആശങ്കകള്, അവരുടെ കൺസേൺസ് പറയുമ്പോൾ അതെല്ലാം അതിനൊക്കെ ഒരു പരിഹാരം കൊടുക്കുക. ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആൻഡ് ഡയഗ്നോസിസ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡയഗ്നോസിസ്, അതായത് ടെസ്റ്റിനെ കുറിച്ചൊക്കെയോ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താണ് അത് മറുപടി കൊടുത്ത് അതിന് പരിഹാരം കാണുക. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? മെയിൻറ്റെയിനിങ് എക്സാക്ട് സെറ്റിംഗ് പേഷ്യൻസ് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യാട്ടോ. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? സെറ്റിംഗ് പേഷ്യൻസ് ഒക്കെ ആണല്ലോ ആ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. Making patients aware of health services and facilities available for patients at hospital. Making patients aware of health services and facilities available for patients at hospital. Okay. അതായത് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിനുള്ളിൽ പേഷ്യൻസിന് ലഭ്യമാകുന്ന സർവീസസുകളെ കുറിച്ചിട്ട് അവെയർ കൊടുക്കുകയാണ്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹെൽത്ത് മെഡിക്ലെയിം അല്ലെ, ഹെൽത്തിന്റെ മെഡിക്ലെയിം കാർഡ് ഉള്ളവരൊക്കെ ഉണ്ടാകും അല്ലെ, ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരുണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് കൊടുക്കാണ്. ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ആകുമ്പോൾ ഇപ്പൊ മെഡിക്ലെയിം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ എടുക്കുന്നുണ്ടാകും അല്ലെ. ഇല്ലേ, നമ്മൾ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേ മെഡിക്ലെയിം ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണ്ട, നമ്മൾ അതിന്റെ പേപ്പർ വർക്കുകൾ അവിടെ രജിസ്ട്രേഷനിൽ പോയിട്ട് റെഡിയാക്കി കൊടുക്കുക അല്ലേ. സോ അങ്ങനെയുള്ള അതായത് ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്ന ഫെസിലിറ്റികൾ ഇങ്ങനെയുള്ള ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറഞ്ഞത് മാത്രമേ, ബാക്കി ഇതുപോലെ ട്രീറ്റ്മെന്റ്സിന്റെ ആയിട്ടുണ്ടെങ്കിലും മറ്റേതെങ്കിലും ഫെസിലിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് പേഷ്യൻസിനോട് അവെയർ കൊടുക്കുകയാണ്. പേഷ്യൻസിന് ചിലപ്പോൾ അറിവുണ്ടായിരിക്കണം എന്നില്ലല്ലോ. സോ അവിടെയുള്ള സേവനങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അവെയർനെസ് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസസ്, അവിടെയുള്ള ഹെൽത്ത് സേവനങ്ങൾ എന്തൊക്കെയാണ്, ദെൻ ഫെസിലിറ്റീസ് സൗകര്യങ്ങള്, ഹോസ്പിറ്റലിനുള്ളിലുള്ള സേവനങ്ങളും സൗകര്യങ്ങളും എന്തൊക്കെയാണോ അത് അവർക്ക് ഒരു അവെയർ കൊടുക്കുക, മീൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ 4 പോയിന്റ് അല്ലേ വായിച്ചത്. ഓക്കെ, ദെൻ കോർഡിനേറ്റിംഗ് തുടങ്ങി, ആ പോയിന്റ് തുടങ്ങി നമ്മൾ ഇപ്പൊ നിർത്തിയ മേക്കിംഗ് പേഷ്യൻസ് അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. 4 പോയിന്റ് നമ്മൾ ഫസ്റ്റത്തെ 4 പോയിന്റ് വായിച്ചു, ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. ഇനി അടുത്ത 4 പോയിന്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓരോ പോയിന്റ് വായിക്കുക, അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 4 പോയിന്റ് വായിച്ചു എല്ലാവരും? ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി വായിക്കാം, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. Investigate and convey complaints or problem to appropriate head department of the hospital. Head of the department of the hospital. Investigate and convey complaints or problems. അല്ലേ, പരാതികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള HOD-നെ വിവരം അറിയിക്കാൻ, ഹോസ്പിറ്റലിലെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കുക. അതായത് ഇപ്പൊ വാർഡിനുള്ളിലാണെങ്കിൽ വാർഡിനുള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പേഷ്യൻസിനെ പോയി കണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ചിലപ്പോൾ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നോ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുടെ ഭാഗത്ത് നിന്നോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതാത് HOD വിഭാഗത്തിന് അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കുക. ഓക്കെ, ഓരോ വിഭാഗത്തിനും HOD ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും അല്ലേ.
അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുക. Then next one, assist in setting conflicts and act as an intermediary between patients and families and staff. Act as an intermediary between. Underline ചെയ്യാട്ടോ, sentence ഒന്ന് underline ചെയ്തേക്ക്. എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, previously കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Act as an intermediary between patients, families and staff. ഇന്റർമീഡിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കാന്നൊക്കെ പറയേ. മലയാളത്തിൽ എന്താ പറയുക? ഇന്റർമീഡിയറി. ഒരു ഇടനിലക്കാരൻ തന്നെയാണോ? അങ്ങനെയാണോ പറയാ? അങ്ങനെയല്ലേ? അതെ, ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാന്ന് പറയില്ലേ. ഇപ്പോ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരുമ്പോ മധ്യസ്ഥതയിൽ നിൽക്കാന്നൊക്കെ പറയൂ. അങ്ങനെ കേട്ടിട്ടുണ്ടോ മലയാളത്തില്? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ രണ്ട് ടീമുകളും തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇടനിലക്കാരനായിട്ട് നടുക്ക് നിൽക്കാന്ന് പറയില്ലേ? പ്രശ്നം സോൾവ് ചെയ്യാൻ, രണ്ട് കുട്ടിയെയും ആശ്വസിപ്പിച്ച് പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറി. ഓക്കെ, ഇവിടെ പറയുന്നത് നോക്കി, അസിസ്റ്റിംഗ് സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ act as an intermediary between patients, families and staff. ഹോസ്പിറ്റലിൽ പൊതുവെയുള്ള ഒരു കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലും അല്ലെങ്കിൽ സ്റ്റാഫുകളും ഫാമിലിയും തമ്മിലോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ഹോസ്പിറ്റലും തമ്മിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ തർക്കം അധികം തർക്കം കൂടുതലാകാത്ത രീതിയിൽ അതിന് ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ ആണല്ലോ ആ സെന്റൻസ്? ഓക്കെ ആണോ? അണ്ടർലൈൻ ചെയ്തോ? ഇന്റർമീഡിയറി ബിറ്റ്വീൻ പേഷ്യൻസ്, ഫാമിലീസ് ആൻഡ് സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ അവിടെ എക്സാമിന് നമ്മുടെ പ്രീവിയസ്ലി തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ. Who is act as an intermediary between patients, families and staff? ആരാണ് പേഷ്യൻസിനും സ്റ്റാഫിനും ഇടയിൽ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ദെൻ നമ്മൾ ഈ പോയിന്റ്സുകൾ വായിക്കുമ്പോഴേ അതില് കുറച്ച് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അല്ലേ? ഇപ്പൊ കണ്ടോ, ഇത് ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള ചില വേർഡ്സുകൾ, ചില സെന്റൻസുകൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ചെയ്ത് നമ്മൾ വായിക്കുന്ന സെന്റൻസുകൾ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. മാക്സിമം ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രീവിയസ്ലി നമ്മള് ഹോസ്പിറ്റൽ പോയിക്കോളൂ, ചെയ്തോളൂ. ദെൻ അപ്പൊ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴേ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളത് അണ്ടർലൈൻ ചെയ്യാം. മാക്സിമം ഞാൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ കൂടാതെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്ത് പോകണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാലോ. ഇനി 1-2 പോയിന്റ്സ് കൂടി ഉള്ളു. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Collect data and information about the patient's feedback and make recommendations appropriately. Collect data and information about patient feedback. പേഷ്യൻസിന്റെ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയും then make recommendations appropriately. Recommendation എന്താണ്? Recommendations എന്തെങ്കിലും ശുപാർശകൾ അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അതില് എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാ പേഷ്യൻസിനും ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചായിരിക്കും ഒരു പോരായ്മ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ അവിടെ സൗകര്യങ്ങളില്ല, നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാഷിന് അല്ലെങ്കിൽ ആ ഒരു ഫീസിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ല. എന്തെങ്കിലുള്ള ഫീഡ്ബാക്ക് ആണെങ്കിൽ അതിനൊരു ശുപാർശ കൊടുക്കാണ്. അതായത് നമുക്ക് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി വികസിപ്പിക്കാൻ, ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ശുപാർശകൾ, റെക്കമെൻഡേഷൻസുകളും കൊടുക്കുക. Next one, explaining policies, procedures or services to unknown patients by using medical administrative knowledge. അദ്ദേഹത്തിന്റെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉപയോഗിച്ച്, അതായത് അദ്ദേഹം അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്തായാലും പേഷ്യന്റ് റിലേഷൻ മാനേജർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത്.
ആണോ? ചുമ്മാ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തൊരു വ്യക്തിയെ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യിക്കോ? ആണോ? ജസ്റ്റ് ഒരു ചുമ്മാ +2 ബേസിലുള്ള ഒരു വ്യക്തി ആയിരിക്കും ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. ആയിരിക്കോ? ഇല്ല അല്ലെ? അവർക്ക് അത്യാവശ്യം നല്ല നോളജ് ഉള്ള അല്ലെങ്കിൽ മെഡിക്കൽ നോളജ്, അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. സോ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ പോളിസീസുകളും പ്രൊസീജിയേഴ്സും അവിടുത്തെ സേവനങ്ങളും, പോളിസി എന്ന് പറഞ്ഞാൽ അറിയാലോ, നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും മറ്റ് നടപടികൾ, അതായത് ഇപ്പോ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട കാര്യങ്ങളും മറ്റു സർവീസസിലെ സേവനങ്ങളെ കുറിച്ച് അൺനോൺ പേഷ്യൻസിന് അറിയാൻ പാടില്ലാത്ത പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പുതുതായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പിടുത്തുണ്ടാവില്ല അല്ലെ, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഡോക്ടർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കൊരു യാതൊരു ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള അൺനോൺ പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും മറ്റ് സർവീസസുകൾ അല്ലെ, സേവനങ്ങളെ കുറിച്ചൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, അവരുടെ അവകാശങ്ങളും അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസും മോണിറ്ററും ചെയ്യണം, അനലൈസും ചെയ്യണം. മോണിറ്റർ ചെയ്യാമെന്ന് വെച്ചറിയാലോ, അവരൊന്ന് വിശകലനം ചെയ്ത് ഒന്ന് വിലയിരുത്തുക, നിരീക്ഷിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, ഇവിടം വരെയല്ലേ നമ്മൾ വായിച്ചു തീർക്കിയത്. കോർഡിനേറ്റിംഗ് തുടങ്ങുന്ന 4 പോയിന്റ്സ്. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റീവ് ഒക്കെയല്ലേ പറഞ്ഞത്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 പോയിന്റ്സ് ഉണ്ട്, ഒന്ന് 5 പോയിന്റ്സ് വായിച്ചു നോക്കി. ഇൻവെസ്റ്റിഗേറ്റ് തുടങ്ങി ലാസ്റ്റ് വൺ വരെ വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ലാസ്റ്റ് 4 പോയിന്റ് നമ്മൾ 3 സെറ്റ് ആയിട്ടാണ് പഠിച്ചത്. സോ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് പറഞ്ഞത്. ഒത്തിരി പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് പഠിച്ചത്. ജസ്റ്റ് നമുക്ക് എല്ലാ പോയിന്റ്സും കൂടി ഒന്ന് വായിക്കാം. അപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് ആണ് ensuring that patients are comfortable during their visit by greeting them warmly. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. പേഷ്യൻസ് കംഫോർട്ടബിൾ വിസിറ്റിന്റെ ടൈമില്ല അവരെ ഗ്രീറ്റ് ചെയ്യുക, ദെൻ അവർ കംഫോർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. Making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. Patients അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിലോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിലോ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസിനെ കുറിച്ച് അവരെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇമ്മിനന്റ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. Then arranging for transportation to from appointments as needed. ആവശ്യമെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. Providing emotional backup to patients, including answering patient questions and offering reassurances. പേഷ്യൻസിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക, റീഅഷുറൻസ് ഉറപ്പ് നൽകുക, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ഉറപ്പ് കൊടുക്കുക. Coordinating with physicians and other healthcare professionals to make
ensure that all needs are met during patient visits. ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ പേഷ്യന്റ് വിസിറ്റിൽ അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുകയാണ്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. മെയിൻറ്റെയിനിങ് എക്സാക്ട് റെക്കോർഡ്സ് of patient meetings with the physicians, nurses and other staff members. ഫിസിഷ്യനും നേഴ്സും സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈൻസ്, കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഡയഗ്നോസിസ്. പേഷ്യൻസിന്റെ കംപ്ലൈൻസും കൺസേൺസ് ഒക്കെ സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ഡയഗ്നോസിസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള മറുപടി കൊടുക്കുക. Then making patient aware of health services and facilities available for patients at hospital. ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ലഭ്യമാകുന്ന സർവീസസുകളും മറ്റു ഹെൽത്ത് സേവനങ്ങളും സൗകര്യങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കുക. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് convey complaints or problems to appropriate head of the department, the hospital. കംപ്ലൈൻസും അല്ലെങ്കിൽ മറ്റു അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുക. അസിസ്റ്റ് ഇൻ സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ പേഷ്യൻസ്, ഫാമിലീസ് ആൻഡ് സ്റ്റാഫ്. ഇന്റർമീഡിയറി ബിറ്റ്വീൻ അണ്ടർലൈൻ ചെയ്യണം. ഹോസ്പിറ്റലിലെ പേഷ്യൻസും ഫാമിലീസും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. Act as an intermediary. Collect data and information about the patient feedback and make recommendations appropriately. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസ് വരുത്തുക. എക്സ്പ്ലെയിനിങ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഓർ സർവീസസ് to unknown patients by using medical administrative knowledge. Medical administrative knowledge വെച്ച് hospital policies and procedures മറ്റും explain ചെയ്ത് കൊടുക്കുക. Then last one, monitoring and analyzing the patient's rights and responsibilities. പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും മോണിറ്ററും ചെയ്യുക, അനലൈസും ചെയ്യുക. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചത്. ഇപ്പൊ ഓക്കെ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ എല്ലാവർക്കും? എവിടെയെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടോ? മാക്സിമം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. ദെൻ അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ചാപ്റ്റർ തീർന്നത് അല്ലെ? ആണോ? ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് എടുത്തിട്ട് അധികം ദിവസം ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെ? അപ്പോ വാർഡ് എന്നുള്ള ഫസ്റ്റ് മോഡ്യൂളിലെ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ എളുപ്പമാണ്, പക്ഷെ കുറച്ച് പുതിയ പുതിയ വ്യക്തികൾ പരിചയപ്പെടുന്നു, ആ വ്യക്തികളുടെ ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് നമുക്കൊന്ന് ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. എല്ലാം പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ജസ്റ്റ് ഒന്ന് വായിച്ചു പോണെയാണ്. ഓക്കെ, അപ്പൊ ഇനി എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഡെഫിനീഷൻ ആണ്. ഡെഫിനീഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഒരു റൂമാണ്. അവിടെ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം, പഠിക്കണം. ദെൻ പർപ്പസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? പർപ്പസിൽ നമ്മൾ ഒരുപാട് പോയിന്റ്സുകൾ കണ്ടു. സോ പോയിന്റ്സുകൾ മനസ്സിലാക്കി പഠിക്കാം. Then constituents of ward space. എങ്ങനെയാ നമ്മൾ കോഡ് വെച്ച് പഠിച്ചത്? പഠിച്ചോ? PNC എന്ന് പഠിച്ചില്ലേ നിങ്ങള്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ് അല്ലേ? അപ്പൊ PNC എന്ന് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് വാർഡിൽ നമ്മള് ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. അതിൽ സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്നതാണ് PNC. ഞാൻ ജസ്റ്റ് കോഡ് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാം, പക്ഷെ PNC എന്ന് പഠിച്ചാലേ നമ്മൾ മറന്നു പോകില്ല. ഓക്കെ,
Then specialized വാർഡ്സുകൾ കണ്ടു, ഗൈനക്ക്, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒപ്താൽമോളജി. അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്താൽ എന്ന് പറഞ്ഞാൽ ഐ റിലേറ്റഡ് ആണ്, ന്യൂറോളജി, ന്യൂറോ, നെഫ്രോളജി നമ്മൾ കിഡ്നി സംബന്ധമായിട്ടുള്ളത്, ഓങ്കോളജി, ക്യാൻസർ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് വാർഡിലെ കോമ്പോണൻസ് ആണ്. 4 കോമ്പോണൻസ് പഠിച്ചു, ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി, സാനിറ്ററി. അപ്പൊ ഓരോ ഏരിയയിലും വരുന്നത് ഏതൊക്കെയാണ് അത് പ്രത്യേകമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ നോക്കിയത് കുറച്ച് പോയിന്റ്സ് ആയിരുന്നു. നല്ലൊരു വാർഡ് മാനേജ്മെന്റിനും വേണ്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. സോ ആ പോയിന്റ്സുകൾ മനസ്സിലാക്കി പഠിക്കാം. ദെൻ നമ്മൾ ഓരോ വ്യക്തികളെയാണ് പഠിച്ചത്. അതിൽ ആദ്യം പഠിച്ചതാണ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. വാർഡ് ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ അത് മനസ്സിലാക്കി പഠിക്കാം. ചില പോയിന്റ്സുകൾ നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുക. ദെൻ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ, അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചിട്ടുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് നോക്കാം കേട്ടോ. ECG ഫുൾ ഫോം അറിയാലോ, ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പേഷ്യൻസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദെൻ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഡ്യൂട്ടീസ് ആണ് നമ്മൾ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു. അതില് ഇന്റർമീഡിയറി എന്നുള്ളൊരു പോയിന്റ് പ്രത്യേകം ഒന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ക്ലിയർ ആണ് ഈ ഒരു ചാപ്റ്റർ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. പോയിന്റ്സ് കുറച്ചധികം പോയിന്റ്സ് ഉണ്ടെന്ന് മാത്രം. പോയിന്റ്സുകൾ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് കൃത്യമായിട്ടും നിങ്ങൾ മോക്ക് ടെസ്റ്റ് മറ്റൊക്കെ ചെയ്ത് ഡെയിലി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡെയിലി പഠിക്കുന്നവരുണ്ടോ? അതായത് ക്ലാസ്സുകൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ ഇന്ന് തന്നെ പഠിക്കുന്നവരുണ്ടോ? എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല അല്ലെ? കുഴപ്പമില്ല, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. എങ്കിലും കുഴപ്പമൊന്നുമില്ല, പഠിക്കുക നന്നായിട്ട്. ഡെയിലി മാക്സിമം പറ്റുന്നിടത്തോളം പഠിക്കാം. അപ്പൊ നമ്മൾ റിവിഷന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല അല്ലേ? നമുക്ക് ഡെയിലി അങ്ങോട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് ഒക്കെ വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സുകളാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പഠിച്ചെടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ. ദെൻ അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ, നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വെക്കുക എല്ലാവരും, പറന്നു പോകരുതും ആംബുലൻസ്. ഓക്കെ. അതൊന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് വായിക്കാം, പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് റെഡി ആവാം അതിന് വേണ്ടിയിട്ട്. അപ്പോ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കാം. പോയിന്റ്സുകൾ അധികം ഉണ്ട്, അതനുസരിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കാം. ദെൻ ക്ലാസ് ഓക്കെ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് പുതിയൊരു ഞാൻ ഈ അടുത്ത് എന്താ പറയാ, കുറച്ച് ക്ലാസ്സുകൾ ആയിട്ടുള്ളൂ. നിങ്ങൾ ഓൾറെഡി എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ പെട്ടെന്നാണ് ഞാൻ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയത്. സോ നമ്മളായിട്ടൊന്ന് സെറ്റ് ആയിട്ട് നിങ്ങളായിട്ടൊന്ന് വരുന്നുള്ളൂ. ഓക്കെ ആണോ? സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയാട്ടോ. കാരണം അങ്ങനെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഞാൻ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നോർമൽ എല്ലാ ക്ലാസ്സും ഈ ഒരു സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഫോളോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാം. ഓക്കെ. ദെൻ ഒരുപാട് സ്ലോ ആയാലും നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇനി പറയുന്നതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ അല്ലെങ്കിൽ സംസാരത്തിലോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരേ ടോൺ ആയിരിക്കില്ല അല്ലേ? അപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്നോട്. എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ അല്ല അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സംസാരിക്കാനായിട്ട്, ചോദിക്കാനായിട്ട്? ഒരു സംശയം, വാർഡ് ക്ലർക്കും പിന്നെ നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവും പിന്നെ ഇന്നെടുത്ത പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അവരുടെ പോയിന്റ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകും പഠിക്കുമ്പോൾ ഏകദേശം ചില പോയിന്റ്സ് സിമിലാരിറ്റി തോന്നിയേക്കാം അല്ലെ? അതെ 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 അതെ. കറക്റ്റ് ആയിട്ടുള്ളതല്ല എങ്കിലും ഒരു സിമിലാരിറ്റി അത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ കൈമാട്ട് ചെയ്യുന്ന ഒരുപാട് മീൻസ് ഭയങ്കര കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ടെൻഷൻ ഒന്നും ആവില്ല കേട്ടോ. പ്രീവിയസ്ലി വന്നിട്ടുള്ളതാണ് ടീച്ചർ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്.
ഏകദേശം ആ ഒരു മെത്തേഡിലൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം, കാരണം പോയിന്റ്സ് അധികം ഉണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ മാം, താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഓൾ. ഒരു ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ PRO എന്ന് പറയുന്നത് അവരാണ്. ഹോസ്പിറ്റലില് ശരിക്കും നമുക്ക് PRO എന്ന് പറയുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, 2 PR ഉണ്ട്. സോ മെയിൻ ആയിട്ട് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് പരമായിട്ടുള്ളത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെയാണ് PRO മീൻസ് പബ്ലിക് റിലേഷൻ ഓഫീസർ. സോറി, പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത് മാനേജിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസും ഇങ്ങനെയുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയോ? 2 പബ്ലിക് റിലേഷൻ PR ഉണ്ട് കേട്ടോ. അതല്ലേ ഇത് ചോദിച്ചത്? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇനി ആംബുലൻസ് ചാപ്റ്റർ ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, താങ്ക്സ് യു. നെക്സ്റ്റ് ഇനി ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസറില് ആ പോയിന്റ്സില് വോയിസ് ഒരു ചോദിച്ചില്ലേ, വോയിസ് ആക്ടേഴ്സ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ പ്രവർത്തിക്കുന്നത്. അത് മാത്രല്ലേ നോട്ട് ചെയ്യാൻ പറഞ്ഞേ? അത് മാത്രം അതിലേറെ ഇന്റർമീഡിയറ്റ് എന്നുള്ളതല്ലേ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, കാരണം അത് പ്രീവിയസ്ലി നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. താങ്ക് യു മാം. Thank you, Miss.